മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതിൽ ഡിസ്ക്രീറ്റിൻ്റെ മീനിങ്ങും കണ്ടിന്യൂസിൻ്റെ മീനിങ്ങും പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് ഒരു ഡെഫിനിറ്റ് ഔട്ട്കം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ 0, 1, 2 അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ട് ഒരു നമ്പറിൽ പറയാൻ പറ്റുന്ന ഔട്ട്കം ആവും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്ലാസിഫിക്കേഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനുമാണ് അല്ലേ. അപ്പോൾ അതിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ജെയിംസ് ബെർണോളിയാണ്. ജെയിംസ് ബെർണോളി. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷന് മറ്റൊരു പേരാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് James Bernoulli, a Swiss mathematician. Therefore, it is also called Bernoulli distribution. Binomial distribution is the probability distribution expressing the probability of one set of dichotomous alternatives, that is, success or failure. In other words, it is used to determine the probability of success in experiment on which there are only two mutually exclusive outcomes. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുന്നത് ജെയിംസ് ബെർണോളി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു പേരാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. വൺ വേർഡൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് ഡൈക്കോട്ടമസ് ആൾട്ടർനേറ്റീവ് ഉള്ള എക്സ്പെരിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഡൈക്കോട്ടമസ് മീൻസ് 2 ഔട്ട്കം, അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ സക്സസ് ഓർ ഫെയിലിയർ, ആ 2 ഔട്ട്കംസ് ഉള്ള റാൻഡം എക്സ്പെരിമെൻറ്റിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. സാധാരണയായിട്ട് ഈ 2 ഔട്ട്കംസിനെ സക്സസ് ഓർ ഫെയിലിയർ എന്നാണ് പറയുക. സക്സസിന് P എന്ന് പറയും, ഫെയിലിയറിന് Q എന്ന് പറയും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ, അതായത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. എ റാൻഡം വേരിയബിൾ R is said to follow binomial distribution with parameters n and p if its probability function is P of R is equal to NCR P raised to R Q raised to n minus R. അപ്പോൾ ഈ P of R ചില ടെക്സ്റ്റിനകത്ത് P of Xും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ആറും ഉപയോഗിക്കാം എക്സ് ഉപയോഗിക്കാം. മെറ്റീരിയലിനകത്ത് ആറാണുള്ളത്, ടെക്സ്റ്റിനകത്ത് ചില കേസിൽ എക്സും കാണുന്നുണ്ട്. അപ്പോൾ P of X ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് മാറുക വെച്ചാൽ P of X is equal to NCX P raised to X Q raised to n minus X എന്നാകും. അപ്പോൾ ഇവിടെ ഞാൻ ആറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കോമ്പിനേഷൻ പഠിച്ച സമയത്ത് ഏത് ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എക്സ് ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്തോളാം, അതാണ് കുറച്ചുകൂടി കംഫർട്ട് ആവുക. അപ്പോൾ ഹിയർ P is the probability of the success in a single trial. P എന്ന് പറയുന്നത് probability of a success in a single trial ആണ്. Q is equal to 1 minus P. Q means failure ആണ്, അത് 1 minus P. N number of trials. R is the number of success in n trials. ആ സക്സസിനെയാണ് R എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിക്കണം. P of R is equal to NCR P raised to R Q raised to n minus R. Otherwise P of X is equal to NCX P raised to X Q raised to n minus X. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. അതാണ് അസംഷൻസ്. ഫസ്റ്റ്, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 ഔട്ട്കംസ്, ദാറ്റ് ഈസ് സക്സസ് ആൻഡ് ഫെയിലിയർ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കം മാത്രമാണ് കേസിൽ സക്സസ് ഓർ ഫെയിലിയർ എന്നുള്ള 2 ഔട്ട്കം മാത്രമുള്ള കേസിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുക. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫ്രം ട്രയൽ ടു ട്രയൽ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും, കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. കൃത്യമായൊരു നമ്പറിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓരോ ട്രയലും ഇൻഡിപെൻഡൻറ്റ്. ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്യുന്നത് രണ്ടാമത് ചെയ്യുമ്പോൾ അത് പരസ്പരം എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രയൽസ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ അസംഷൻസ്. ദെൻ പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കുക. ഫസ്റ്റ്, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. The shape and location of binomial distribution changes, P changes for a given n. അപ്പോൾ P ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പും ലൊക്കേഷനും ചേഞ്ച് ചെയ്യും. The mode of binomial distribution is equal to the value of R which has the largest probability. മോഡ് എന്ന് പറയുന്നത്
ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് n ഇൻക്രീസ് വിത്ത് p റിമൈനിങ് കോൺസ്റ്റൻറ്റ്. നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും ഇൻക്രീസ് ചെയ്യും. ദ മീൻ ഓൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് NP. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കാണാനുള്ള ഇക്വേഷൻ NP ആണ്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് √NPQ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ ആണ്. അപ്പോൾ ഇതിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള സാധനം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ ആകുമ്പോൾ വേരിയൻസ് എന്തായിരിക്കും? NPQ ആയിരിക്കും. അപ്പം മീൻ NP, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ, variance NPQ. If n is larger and if neither p nor q is too close to 0, binomial distribution may be approximated to normal distribution. n large ആവുന്ന സമയത്ത് p കൂടുതലും q 0യുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന് സെയിം ആണെന്നാണ് പറയുന്നത്. അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല. If two independent random variables follow binomial distribution, their sum also follows binomial distribution. രണ്ട് റാൻഡം വേരിയബിൾസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ വരും. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സൊക്കെ നമുക്ക് തിയറി ചോദിക്കുന്ന സാധനങ്ങളാണ്. ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ആണ്. ഷേപ്പ് പി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മോഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രോബിലിറ്റി ആയിരിക്കും. മീന് പി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് NP ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ ആണ്. വേരിയൻസ് NPQ ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിലൊരു സിമ്പിൾ പ്രോബ്ലം ഒന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, 6 coins are tossed simultaneously. What is the probability of obtaining 4 heads? അപ്പോൾ 6 coins are tossed simultaneously. 6 coins ഒരേ സമയത്ത് ടോസ് ചെയ്യുന്നു. What is the probability of obtaining 4 head എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? നമ്മൾ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആദ്യം എഴുതാം. P of r is equal to NCR P raised to r Q raised to n minus r ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? r ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ സക്സസ്. 4 ഹെഡ്സ് കിട്ടുക എന്നുള്ളതാണ് സക്സസ്. അപ്പോൾ അതാണ് r. r is equal to 4 ആണ്. ദെൻ n മീൻസ് എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്? 6 കോയിൻസ് അല്ലേ. അപ്പോൾ n is equal to 6 ആണ്. ദെൻ പ്രോബബിലിറ്റി, കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2. ടെയിൽ കിട്ടാനുള്ളതാണെങ്കിലും 1/2. അതായത് ഈക്വൽ ചാൻസ് ആണ്. അതുകൊണ്ട് 1/2 ആണ് വരിക. അപ്പോൾ p 1/2 ആണ്. അതുകൊണ്ട് തന്നെ q എന്തായിരിക്കും? 1/2 ആണ്. ഇനി p തന്നിട്ട് q കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ചെയ്യുക 1 - p ആണ്. അപ്പോൾ 1 - 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ പിയും ക്യൂവും ഇവിടെ എത്രയാണ്? 1/2. കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ്. അതായത് p of r ഈസ് ഈക്വൽ ടു 4. p of r അല്ലെങ്കിൽ p of 4 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. p of 4. അപ്പോൾ NCR മീൻസ് n എത്രയാണ്? 6 ആണ്. r 4 ആണ്. അപ്പോൾ 6c4 half raised to 4, അതായത് p raised to r, then q raised to n minus r ആണ് അല്ലേ. q എന്ന് പറഞ്ഞാൽ 1/2 ആണ്. n 6 ആണ്. n minus r എന്ന് പറഞ്ഞാൽ 6 minus 4. അപ്പോൾ 6c4 half raised to 4 half raised to 6 minus 4 നോക്കിക്കോളെ. NCR അതായത് 6c4. p മീൻസ് എന്താണ്? 1/2 raised to r എത്രയാണ്? 4. ദെൻ q 1/2 raised to n minus r. n 6 ആണ്. r 4 ആണ്. 6 minus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 6c4 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 minus 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. നിങ്ങൾ കോമ്പിനേഷൻ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. പ്രോബിലിറ്റിയിൽ സാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ ഹാഫ് റേസ് ടു ഇവിടെ 4ഉം ഇവിടെ 2 ആണ്. 4 + 2 6 ആണ് അല്ലേ. ഹാഫ് റേസ് ടു 6. അപ്പോൾ ഇത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു ഹാഫ് റേസ് ടു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 5 ആണ്. ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ് അല്ലേ. അപ്പോൾ 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, ഇത് 1/2 raised to 6. 1 raised to 6 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 × 5 30 ആണ് അല്ലേ. 30 ഡിവൈഡ് ബൈ 2 × 64. 2 × 64 വരുമ്പോൾ 128 വരും. അപ്പോൾ ഈ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയലും മുകളിലുള്ള 6 × 4 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് 30 കിട്ടിയിരിക്കുന്നത് കേട്ടോ. 6 × 5ഉം താഴത്തെ ഇത് വെട്ടി പോയിട്ടാണ് ബാക്കി കിട്ടിയിട്ടുണ്ടാവുക. 30 ഡിവൈഡ് ബൈ 128 ആണ് ലാസ്റ്റ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.234. പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ് ഈസ് ഈക്വൽ ടു 0.234 ആണ്.
ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രോബ്ലം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം. സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.